ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാഹ് ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ കുറേയധികം കാര്യങ്ങളുണ്ട് കേട്ടോ. നല്ല സിമ്പിൾ റെസിപ്പീസ് ഉണ്ട്, അതുപോലെ തന്നെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് തന്നെ കണ്ടു നോക്കുക. കണ്ടിഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ല കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറക്കാതെ ലൈക്ക് ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. പിന്നെ വീഡിയോ കണ്ടു തീരുന്നതിന് മുമ്പ് വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ എന്തെങ്കിലും ഒരു അഭിപ്രായം അത് കമൻറ്റായിട്ട് എഴുതി അറിയിക്കാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇന്ന് മുതൽ നടത്തം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 4 മണിയൊക്കെ ആയപ്പോൾ എണീറ്റിട്ടുണ്ടായിരുന്നു. നമസ്കാരവും കാര്യങ്ങളും എല്ലാം ഫ്രഷ് ആവലും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഒരു 5:30 ആയപ്പോൾ നമ്മൾ നടക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഞാനും റഫീഖാട്ടോ പോകുന്നത്. കുറേ നാളുകൾക്ക് ശേഷം നടക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ഇരുടാണ്. ഇപ്പോൾ ഈ ഒരു സമയത്തൊക്കെ നല്ല ഇരുടാണ് കേട്ടോ. വെളിച്ചം വെക്കാൻ കുറേ സമയമാവുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറേ അങ്ങെത്തിയപ്പോൾ പാല്, നമ്മൾ സൊസൈറ്റി പാലില്ലേ, അത് വാങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫേസൊക്കെ കവർ ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ നടക്കുന്നത്. മാസ്ക് ഇട്ടിട്ടാണ്. കാര്യം തണുപ്പ് കാര്യങ്ങളൊന്നും ഏൽക്കണ്ട എന്ന് വിചാരിച്ചിട്ട്. പിന്നെ നടക്കുമ്പോൾ അത് പറയാനൊന്നുമില്ല, നല്ല ചൂടാവും കേട്ടോ. ശരീരമൊക്കെ നല്ല ചൂടാവും. അതുകൊണ്ട് ആ തണുപ്പ് അങ്ങനെ ഏൽക്കൂല. അപ്പോൾ അങ്ങനെ തിരിച്ച് നമ്മൾ അബുദാബിയിൽ തന്നെ തിരിച്ച് എത്തിയിട്ടുണ്ട്. കുറേ എനിക്ക് കാണിക്കാനൊന്നും പറ്റിയില്ല. കാര്യം ഞാൻ സ്ഥിരമായിട്ട് കാണിക്കുന്ന സ്ഥലത്തൊക്കെ മഞ്ഞ് അതുപോലെ തന്നെ ഇരുടും ആണ് കേട്ടോ. അങ്ങനെ നമ്മൾ നടന്നൊക്കെ തിരിച്ചെത്തിയതിന് ശേഷം റഫീഖക്ക് ഇന്ന് സ്റ്റേഷനിലേക്ക് എന്തെങ്കിലും സ്നാക്സ് കൊണ്ടുപോകണം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കലാണ്. രാത്രി കിടക്കാൻ നേരത്താണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ അതിനായിട്ടുള്ള ഇറച്ചിപ്പത്തിരിക്കുള്ള അരിയൊക്കെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വേഗം ഉള്ളിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തു. ഒന്നുമില്ല, ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ഇത്രയും കൂടെ വഴറ്റാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി സവാള വഴഞ്ഞു വരുമ്പോൾ അതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും ചേർത്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ. ചിക്കനാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുക. ഇറച്ചിപ്പത്തിരി എന്നൊക്കെ പറയട്ടോ. പിന്നെ നമ്മളിത് ചെയ്യാൻ ഉപയോഗിച്ചിട്ടുള്ള കടായി, നമ്മൾ കാസ്റ്റ് അയണിൻ്റെ കടായിയാണ് കേട്ടോ. നല്ല അടിപൊളി സംഭവമാണ് കേട്ടോ. 1 കിലോ ചിക്കനൊക്കെ നമുക്കൊരു ഗ്രേവി കറിയൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റമാണ് അതും. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഞാൻ സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് ആവിയിൽ വേവിച്ചെടുക്കുന്നതല്ലേ ഇറച്ചിപ്പത്തിരി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 സ്റ്റീമർ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആവിയിൽ വേവിക്കുന്ന, അപ്പോൾ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്ന ഒന്നും, പിന്നെ നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുന്ന കല്ലുമക്കായി, കുഞ്ഞുപത്തിരി, പഴം അങ്ങനത്തെ ഒക്കെ പുഴുങ്ങിയെടുക്കാൻ പറ്റുന്നൊരു തട്ടു. ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. വീഡിയോയിൽ തന്നെ ഞാൻ കാണിക്കുന്നുണ്ട് കുറച്ച് കഴിഞ്ഞിട്ട്. പിന്നെ ഞാൻ 10-20 റഫീഖാൻ്റെ കാര്യങ്ങളൊക്കെ ഇത് വേഗം ചെയ്ത് റഫീഖാനെ പറഞ്ഞേക്കാം കേട്ടോ. ഇങ്ങനത്തെ പാത്രം, ഞാൻ കാസ്റ്റ് അയണിൻ്റെ പാത്രമാണ് ഇതൊക്കെ. ഇൻഡസ് വാലിയിലെ പാത്രങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും പിന്നെ കമൻറ്റായിട്ടും കൊടുക്കാം. പിന്നെ നിങ്ങൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള കൂപ്പൺ കോഡില്ലേ, ജംഷി 5432 ഈ ഒരു കൂപ്പൺ കോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കണേ. അപ്പോഴാണ് നിങ്ങൾക്ക് അതിലുള്ള ഡിസ്കൗണ്ട് കിട്ടുകയും ചെയ്യും. പിന്നെ എക്സ്ട്രാ ഒരു ഡിസ്കൗണ്ട് കൂടെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഈ ഒരു കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് മറന്നു പോകരുതേ. പാത്രങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചു തരാം. പിന്നെ ഇപ്പോൾ ഞാൻ ഇറച്ചിപ്പത്തിരി ഉണ്ടാക്കിയെടുക്കലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം, ഞാനിപ്പോൾ ഇത് ചിക്കനിലാണ്. കാര്യം ബീഫ് കഴിക്കുന്നവരുണ്ട്, കഴിക്കാത്തവരുണ്ട്. അപ്പോൾ നമ്മൾ ചിക്കനിലാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചിക്കനിൽ ഉണ്ടാക്കിയത്. ചിക്കനിലും മട്ടനിലും ബീഫിലും മീനിലും ഒക്കെ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അങ്ങനെ ഓരോ ലെയറായിട്ട് നമ്മൾ ആദ്യം മാവ് ഒഴിച്ചു കൊടുക്കും. പിന്നെ അതൊന്ന് ആറി വരുമ്പോൾ അതിലേക്ക് മസാല ഇട്ട് കൊടുക്കും. പിന്നെ ഇടയിൽ ഒരു 2 ലെയറൊക്കെ കൊടുത്തിട്ട് കുറച്ച് 2-3 ഡ്രോപ്പ് ഗീ ആക്കി കൊടുക്കുക കേട്ടോ. വെളിച്ചെണ്ണയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഒന്നും കൂടെ ടേസ്റ്റ് കൂടും ഗീ ആകുമ്പോൾ. അത്രയേ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ അടുത്തൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതും വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. പാത്രം ചൂടായപ്പോൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ 2 പ്ലേറ്റ് ആട്ടോ റഫീഖ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വേണ്ടത്. അപ്പോൾ രണ്ടും ഈ സമയം പെട്ടെന്ന് തന്നെ ആയി കിട്ടുമല്ലോ. അപ്പോൾ അതുകൊണ്ട് വേഗം ആക്കി എടുക്കലാണ്. ഇത് ഇഡ്ഡലീൻ്റെ ആട്ടോ. ഇഡ്ഡലിയും നൂലപ്പൊക്കെ എടുക്കുന്ന സ്റ്റീമറാണ് ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ എന്തെങ്കിലുമൊക്കെ പുഴുങ്ങാൻ അങ്ങനെയൊക്കെ വേവിക്കാനൊക്കെ യൂസ് ചെയ്യുന്ന അങ്ങനെ. അപ്പോൾ ഇനി അത് രണ്ടും അവിടെ വേവുന്നുണ്ട്. ഞാൻ ഒരെണ്ണം എടുത്തിട്ട് അകത്തെ സ്റ്റൗവില്ലേ അങ്ങോട്ടേക്ക് ഒഴിച്ചതിന് ശേഷം അങ്ങോട്ടേക്ക് കൊണ്ടുവച്ച് വേവാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഒരു കായ്പോള വേണമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഇത് രണ്ടും കഴിക്കാത്തവരുണ്ട്.
അപ്പോൾ കായ്പോളയും കൂടെ ഒന്ന് ആക്കിയെടുക്കട്ടെ. അതിന് വേണ്ടിയിട്ട് പഴമൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തു. ഇതിൻ്റെയും ഡീറ്റെയിൽ റെസിപ്പി ഞാൻ ചെയ്തിട്ടുണ്ട്. ജംഷി റെസിപ്പീസ് പ്ലസ് കായ്പോള ഒന്ന് അടിച്ചു നോക്കുക കേട്ടോ. അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മിക്സാക്കി ഇനിയിപ്പോൾ അതൊന്നും ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് കാഷ്യൂനട്ടും കിസ്മസും കൂടെ ഒന്ന് മുകളിൽ റോസ്റ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും ഒന്ന് റെഡി ആയിട്ട് വരട്ടെ. ഇനിയിപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങൾ വേറെ ആക്കുന്നുണ്ട്. പുട്ടാട്ടം എന്നാക്കുന്നത്. കാര്യം ഇതിൻ്റെ ഇടയിലൂടെ ഫുഡ് ആക്കണ്ടേ. അപ്പോൾ ഞാൻ വിചാരിച്ചു പുട്ടാക്കാം. വേറെ ആകുമ്പോൾ ഇങ്ങനെ വേറെ കുറേ കറിയും അങ്ങനെയൊക്കെ ആക്കണ്ടേ. പഴം ഉണ്ട്, അപ്പോൾ പുട്ടും പഴം കൂടുള്ള ആ ഒരു ഞാൻ ഒന്നിച്ച് വേവിച്ച് കൊടുക്കുമല്ലേ, പുട്ടും പഴം അതും കൂടെ ആക്കി എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പെട്ടെന്ന് സമയം പോകുന്നുണ്ട്. എന്നിട്ടും മാവൊക്കെ അരച്ച് തന്ന് റഫീക്കാണ് കേട്ടോ. ഞാൻ മസാല കാരണം ഞാനിത് മസാല നേരത്തെ ആക്കി വെക്കലുണ്ട് ഇങ്ങനത്തെ ഒക്കെ കൊണ്ടുപോകാനോ നമുക്കുള്ളതൊക്കെ ആണെങ്കിൽ. പക്ഷേ ഇത് റഫീക്ക് രാത്രിയല്ലേ പറഞ്ഞത്. അപ്പോൾ പിന്നെ മസാല ആക്കാനുള്ള ടൈമൊന്നും കിട്ടിയില്ല, നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ്. അപ്പോൾ വേഗം അരി വെള്ളത്തിലിട്ടു. അപ്പോൾ റഫീക്ക് പറഞ്ഞു ഞാൻ അരിയൊക്കെ ഞാൻ അരച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പിന്നെ വേഗം, കാരണം കുറഞ്ഞ സമയമല്ലേ നമുക്ക് രാവിലെ ഉള്ളൂ, നടക്കാനും പോയിട്ട് വരണം. അങ്ങനെയൊക്കെ ആയപ്പം നടക്കാൻ പോയിട്ട് നമ്മൾ തിരിച്ചെത്തുമ്പോൾ 6:30 ആവും കേട്ടോ. പിന്നെ ഒരു ജസ്റ്റ് ഒരു റഫീഖുള്ള ചായയൊക്കെ കൊടുത്ത് അങ്ങനെ നമ്മൾ കുറച്ച് സമയമൊക്കെ ഇരുന്ന് പിന്നെ പെട്ടെന്ന് ഇന്നങ്ങനെ കാര്യമായിട്ട് ഇരിക്കലൊന്നും നടന്നിട്ടില്ല. വേഗം ആക്കിയെടുത്തതാണ് കേട്ടോ ഓരോ കാര്യങ്ങളും. അപ്പോൾ ഇതാ ഇന്ന് എനിക്ക് പണീൻ്റെ ഇടയിൽ കുക്കിങ്ങിൻ്റെ ഇടയിൽ ഞാൻ പാത്രം കഴുകലും ക്ലീനിങ്ങും ഒന്നും നടന്നിട്ടില്ല. അതുകൊണ്ട് കണ്ടോ ഇങ്ങനെ കേട്ടോ കിച്ചണുള്ളത്. അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞത്, നമ്മൾ എല്ലാം എൻ്റെ വീഡിയോയിൽ നിങ്ങൾ എപ്പോഴും കണ്ടിട്ടുണ്ടാവും. ഞാൻ കുക്ക് ചെയ്യുമ്പോൾ രാവിലത്തെ പണികൾ നടക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കുക്കിങ്ങിൻ്റെ ഇടയിൽ ഞാൻ പാത്രങ്ങളും കഴുകൂട്ടോ. അപ്പോൾ അതുകൊണ്ട് അവിടെ ആ ഒരു എന്താ പറയുക, പാത്രങ്ങളും ഒന്നും അവിടെ സിങ്ക് കാലിയായിട്ടുണ്ടാവും, പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടുണ്ടാവും, കുക്കിങ്ങും കഴിഞ്ഞിട്ടുണ്ടാവും. അതാട്ടോ ഞാൻ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. അപ്പോൾ ഇത് റഫീക്ക് കൊണ്ടുപോകാനുള്ള അതൊക്കെ ഞാൻ ആക്കി കൊടുത്താൽ മതി കേട്ടോ. പിന്നെ പൊതിഞ്ഞെടുക്കലും വാഴൻ്റെ ഇലയിൽ പൊതിഞ്ഞെടുക്കലും കാര്യങ്ങളൊക്കെ റഫീക്ക് ആയിക്കോളും. അപ്പോൾ അങ്ങനെ അതൊക്കെ ആക്കിയതാ റഫീക്കും വാവയും പോകുന്നുണ്ട് കേട്ടോ. കാര്യം വാവ എന്താ പറയുക എന്തെല്ലോ ടെസ്റ്റ് ചെയ്യാൻ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ റഫീക്ക പോകുമ്പോൾ തന്നെ അങ്ങ് ഇറങ്ങാൻ വിചാരിച്ചു. പിന്നെ ഏതാ പുല്ല് വെട്ടുന്നുണ്ട് കേട്ടോ. നമ്മളെ ഞാനത് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. പുല്ല് കട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ പുല്ല് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒന്ന് വൈകുന്നേരം എടുത്ത വീഡിയോ, ഇതന്ന് രാവിലെ എടുത്ത വീഡിയോ ആണ് കേട്ടോ. പൂച്ചക്കുട്ടികൾ കണ്ടോ നമ്മളെ മുന്നത്തെ വീട്ടിൽ. അപ്പം അത് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാനൊന്ന് സൂം ചെയ്തതാണ്. അപ്പോൾ അങ്ങനെ ഇതാ അവിടെ പുല്ല് വെട്ടുന്നുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ കൽപ്പറ്റ തന്നെയുള്ള ആളാട്ടോ, അഷ്റഫ് ഖാൻ എന്ന് പറഞ്ഞിട്ട് ആളാണ്. അവരാണ് നമ്മളെ സ്ഥിരമായിട്ട് നമ്മളെ പുല്ല് കട്ട് ചെയ്ത് തരല് കേട്ടോ 2 ടൈമിലും. അത് ഞാൻ കാണിക്കാം, വീഡിയോ കാണിക്കാം. ഇനിയിപ്പോൾ ഇതാ ഞാൻ പറഞ്ഞില്ലേ ഫുള്ള് കഴുകാനൊക്കെ ഉണ്ട്. അപ്പോൾ ചായ കുടിച്ചു. അവർ വായു റഫീക്ക് പോകുമ്പോൾ ചായ കുടിച്ചപ്പോൾ അവരുടെ കൂടെ തന്നെ ഇരുന്ന് ഞാനും എൻ്റെ ചായ കുടിക്കലും അഷ്റഫ് ഖാക്കും ചായ കൊടുത്തു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഇനിയിപ്പോൾ പാത്രം കുറേ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി ഒന്ന് കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ആക്കട്ടെ, എന്നിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇതാട്ടോ ഞാൻ പറഞ്ഞത്, എപ്പോഴും ഞാൻ പറയലുണ്ട് നിങ്ങളോട്, നമ്മൾ കുക്കിംഗ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ തന്നെ പാത്രങ്ങൾ കഴുകണം, ക്ലീനിങ് കൂടെ നടത്തണം എന്നിട്ട്. ആ കാര്യം ഞാൻ തലേ ദിവസം എന്തെങ്കിലുമൊക്കെ കട്ട് ചെയ്ത് വെക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യലുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഇന്ന് അങ്ങനത്തെ ഒന്നും ചെയ്യാത്തത് കൊണ്ട് എനിക്ക് കിട്ടിയ പണിയാണ് കേട്ടത്. കാര്യം അതാണ് ഞാൻ പറഞ്ഞത്, ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും. അല്ലെങ്കിൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ എനിക്ക് ഒരു പാത്രവും കഴുകാനുണ്ടാവില്ല. ആ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച പാത്രങ്ങൾ മാത്രമല്ലേ നിങ്ങൾ കഴുകാൻ കാണലുള്ളൂ. അപ്പോൾ നമുക്ക് റിലാക്സ് ചെയ്തിട്ട് പണികൾ ചെയ്യാനും ഒക്കെ പറ്റും. അപ്പോൾ അതാണ് ഞാൻ എപ്പോഴും പറയുന്നത് കേട്ടോ. അപ്പം അങ്ങനെ തന്നെയാണ് ഞാൻ ചെയ്യാറ്. ഇപ്പം പെട്ടെന്ന് എപ്പോഴും നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല, ചില കാരണങ്ങൾ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റാതെ വരലൊക്കെ ഉണ്ട്. ആ ദിവസം ഇങ്ങനെയൊക്കെ ആയിരിക്കും, അങ്ങനെ കുറച്ചൊരു തിരക്കാവും, വേറെ കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ അതിന് ശേഷം ഞാൻ അക്കൊക്കെ ഒന്ന് ക്ലീനാക്കി വെച്ചു, ഒന്ന് ഒതുക്കി പെറുക്കി വെച്ചു. ബെഡ്റൂമൊക്കെ ഒന്ന് നന്നായിട്ട് ഒന്ന് വിരിച്ചിട്ടു, മൊത്തം ഒന്ന് അടിച്ചു വാരി. ഇന്ന് തുടക്കലൊന്നുമില്ല കേട്ടോ, തലേ ദിവസം തുടക്കലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് മൊത്തം ഒന്ന് ഒതുക്കി പെറുക്കി അടിച്ചു വാരി ടേബിൾ കെട്ടിപ്പോയി കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ചിട്ടു കേട്ടോ. അപ്പം അത്രയേ ഉള്ളൂ. അതൊക്കെ നല്ല നീറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി നിന്നിട്ടില്ല ചെയ്യുന്നത്, കാര്യം ഇന്ന് ഓൾറെഡി കുറച്ചൊരു സമയം ആയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അതിന് ശേഷം എനിക്കൊരു വീഡിയോ എഡിറ്റിങ്ങും കൂടെ ഉണ്ടായിരുന്നു, കുറച്ച് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു തലേ ദിവസം. കുറച്ചുകൂടെ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് വീഡിയോ എടുക്കാതിരുന്നത് കേട്ടോ. കാരണം വീഡിയോ എടുത്തിട്ട് ഞാൻ ചെയ്യുന്നതും രണ്ടും നല്ല സമയം വെറുതെ നമ്മൾ ചെയ്യുന്ന പോലെയല്ല. വീഡിയോ എടുത്തിട്ട് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ കുറച്ച് കൂടുതൽ സമയം നമുക്ക് വേണം കേട്ടോ. അതുകൊണ്ടാണ് അതൊന്നും ഞാൻ കാണിക്കാതിരുന്നത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾക്കും ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഉച്ചക്കത്തെ ലഞ്ച് പരിപാടിയൊക്കെ ഒന്ന് നോക്കാനായിട്ടുണ്ട്. പിന്നെ
കഴിഞ്ഞ വീഡിയോയിൽ ഒരു കമൻറ്റ് കേട്ടിട്ടുണ്ടായിരുന്നു, ഹാപ്പി ആയിട്ട് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ, കുടുംബത്തിൽ നിന്നായാലും ഓരോരോ പ്രശ്നങ്ങളാണ്, ആലോചിക്കുമ്പോൾ ടെൻഷനാണ്, സങ്കടമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാനുള്ള കാര്യങ്ങൾ പറഞ്ഞു തരണേന്ന്. ഞാൻ വീഡിയോയിൽ എപ്പോഴും പറയുന്ന കാര്യം അത് തന്നെയാണ് കേട്ടോ. നമ്മളെ ഹാപ്പിനെസ് നമ്മൾ തന്നെ കണ്ടെത്തുന്നതാണ് കേട്ടോ. അത് ഒരാൾ നമ്മളെ പറഞ്ഞാലോ, ഫാമിലിയിൽ ഒരാൾ നമ്മളെ കുറ്റപ്പെടുത്തിയാലോ, പുറത്തുനിന്ന് ഒരാൾ നമ്മളെ പറഞ്ഞാലോ നമുക്ക് നമ്മളെ സന്തോഷം കളയേണ്ട കാര്യമല്ല കേട്ടോ. അതാണ് ഞാൻ പറയുന്നത്, നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ് നമ്മളെ ഹാപ്പിനെസ്, നമ്മളെ സന്തോഷം എന്ന് പറയുന്നത്. അത് ഒരാൾ നമ്മളെ കുറ്റപ്പെടുത്തിയാലും ഇതാക്കിയാലും കളയാനുള്ളതോ അല്ലെങ്കിൽ നഷ്ടപ്പെടുത്താനുള്ളതോ അല്ല. അത് നമ്മൾ ഇതിലൂടെ കേട്ട് ഇതിലൂടെ കളയാന്നൊക്കെ പറയൂലേ, ആ രീതിയിൽ എടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനേ നേരം ഉണ്ടാവുള്ളൂ. പറയുന്നവർ പറയാനായിട്ടുള്ളവരാണ്, നമ്മളത് കേൾക്കാനായിട്ടുള്ളവരാണ്. അത് കളയാതെ അതവിടെ വെച്ചാൽ നമുക്ക് എപ്പോഴും മൂഡ് ഓഫും സങ്കടവും അസുഖവും എല്ലാം ആയിരിക്കും. നമ്മുടെ ലൈഫിലൊരു എന്താ പറയുക, ഒരു ഉയർച്ച ഉണ്ടാവില്ല, ഒരു ഹാപ്പിനെസ് ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ഒരു ആർക്കോ വേണ്ടി ഉന്തിത്തള്ളി ജീവിച്ച് അങ്ങനെ മക്കൾക്കും ഹസ്ബൻഡിനും ഒക്കെ വേണ്ടിയിട്ട് ജീവിച്ച് അങ്ങനെ പോകും. നമ്മൾക്ക് വേണ്ടിയിട്ട് ജീവിക്കാൻ നമ്മൾ മറന്നു പോകും. ഹാപ്പി ആയിട്ട് ഇരിക്കുക, ഹാപ്പി ആയിട്ട് ജീവിക്കുക. അപ്പോൾ ഇതല്ലേ നമ്മൾ വേണ്ട, അതിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ കുറേ കഷ്ടപ്പെടുന്നതൊക്കെ. അപ്പോൾ അത് നിങ്ങൾ ആ രീതിയിൽ എടുക്കുക. ഹാപ്പിനെസ്സും കാര്യങ്ങളൊക്കെ താനെ വരും കേട്ടോ. ഇനിയിപ്പോൾ കുറേ പേര് ചോദിക്കലുണ്ട് നമ്മളെ കാസ്റ്റ് ആൻഡ് ഇൻഡസ് വാലി കാസ്റ്റ് ആൻഡ് പാത്രങ്ങളെ കുറിച്ചൊക്കെ ചോദിക്കലുണ്ട്. അപ്പോൾ അപ്പോൾ എൻ്റെ കയ്യിലുള്ള കുറച്ച് ഐറ്റംസ് കുറച്ചധികം ഉണ്ട്, കുറച്ച് കാണിച്ചു തരാം. അപ്പോൾ കടായി, അതുപോലെ തന്നെ ഫിഷെല്ലാം ഫ്രൈ ചെയ്യുക, കട്ട്ലറ്റ് അങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കി വെക്കാൻ. പിന്നെ ചപ്പാത്തി, ദോശ, ഇത് അതിനൊക്കെ ആയിട്ടുള്ളതാണ് കേട്ടോ. അതുപോലെ തന്നെ ഫിഷെല്ലാം ഫ്രൈ ചെയ്യാനും നമ്മളെ കറികളൊക്കെ സവാളൊക്കെ വഴറ്റാനും ഒക്കെ ഭയങ്കര ഈസിയായിട്ട്, ഭയങ്കര എളുപ്പത്തിൽ നമുക്ക് കുക്കിംഗ് നടക്കും. ഇരുമ്പല്ലേ, അപ്പോൾ ചൂടാകാനൊക്കെ കുറച്ച് സമയം എടുക്കൂലേ, അത് വെറുതെ കേട്ടോ. പെട്ടെന്ന് തന്നെ ചൂടായി കിട്ടും, അതിൽ ഹീറ്റ് പോവുകയില്ല. ഒരു ലോ ഫ്ലെയിമിൽ വെച്ചാലും നമുക്ക് പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും കുക്കായി കിട്ടുന്ന പോലെ തോന്നിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളും ഞാൻ ഫസ്റ്റ് കമൻറ്റായിട്ടും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. അത് പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾ അതിൽ കൂപ്പൺ കോഡ് ചോദിക്കുമ്പോൾ അതിൽ ഈ ഒരു കൂപ്പൺ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള കൂപ്പൺ കോഡ് ജംഷി 543221 ടൈപ്പ് ചെയ്യണേ. അപ്പോഴാണ് അവർ തരുന്ന ഓഫർ, ഇപ്പം നല്ല ഓഫർ നടക്കുന്നുണ്ട്, ആ ഒരു ഓഫറും പിന്നെ ഒരു സ്പെഷ്യൽ ഓഫറും കൂടെ നിങ്ങൾ കൂപ്പൺ കോഡ് ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ചെറിയൊരു ഓഫറും കൂടെ കിട്ടുന്നതാണ്. അപ്പോൾ അത് മിസ്സാക്കരുത്. ഇനിയിപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചു തരാം, നമ്മളെ സ്റ്റീമർ, 2 ടൈപ്പ് സ്റ്റീമർ കാണിച്ചു തരാം. നമുക്കിതിൽ നല്ല കട്ടി വരുന്നുണ്ട്. അടിയിൽ നല്ല 3 ലെയറാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അടിയിൽ പിടിക്കുക കാര്യങ്ങൾ ഒന്നുമില്ല. ഇതിൽ വെള്ളം വെച്ചിട്ട് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കുക. അടുത്ത ആ ഒരു പാത്രം മുകളിൽ വെച്ചിട്ട് സ്റ്റീം ചെയ്തെടുക്കുക, അതൊരു കാര്യം. പിന്നെ നമുക്കിത് കുക്ക് ചെയ്യാനും യൂസ് ചെയ്യാം കേട്ടോ. സവാളൊക്കെ വഴറ്റി കറികളൊക്കെ ഉണ്ടാക്കൂലേ, അതിന് വേണ്ടിയിട്ടും യൂസ് ചെയ്യുക. അതാണ് ഞാൻ പറഞ്ഞ അടിഭാഗം 3 കോട്ടിങ് വരുന്നതുകൊണ്ട് അടിയിൽ പിടിക്കുക കാര്യങ്ങളൊന്നും ചെയ്യൂല കേട്ടോ. അത് വേറൊരു കാര്യം. 3 കാര്യമാണ്. മൂന്നാമത്തെ നമുക്കതിൽ ഫുഡെല്ലാം അങ്ങനെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ടേബിൾ കൊണ്ടുപോയി വെച്ചിട്ട് അങ്ങനെ സെർവ് ചെയ്യുകയും ചെയ്യാം. കാര്യം 3 കാര്യമുണ്ട്. അത്രയും നല്ല ഭംഗിയുള്ള പാത്രങ്ങളുമാണ്. ഗ്ലാസിൻ്റെ ലിഡൊക്കെ വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് അത് യൂസ് ചെയ്യാം. അത് അതായത് കറിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ ടേബിളിലൊക്കെ കൊണ്ടുവെക്കുമ്പോൾ. പിന്നെ അടുത്തതാണ് കേട്ടോ. ഇത് നമ്മളെ ഇഡ്ഡലി ഉണ്ടാക്കുന്ന, നൂലപ്പൊക്കെ ഉണ്ടാക്കുന്ന പാത്രമാണ്. അപ്പോൾ ഇതും അങ്ങനെ തന്നെയാണ്. അടിഭാഗം നല്ല കട്ടി 3 ലെയർ വരുന്നത് കൊണ്ട് തന്നെ നല്ല കട്ടിയുണ്ട്. നമുക്ക് സവാളയൊക്കെ വഴറ്റിയിട്ടുള്ള കറികളൊക്കെ അതിലുണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും, അതിൽ തന്നെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഇഡ്ഡലീൻ്റെ 2 തട്ട് അതിൽ വരുന്നുണ്ട്, 4 8 കേട്ടോ. അതുപോലെ തന്നെ നൂലപ്പത്തിൻ്റെ തട്ട് വരുന്നുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ ഇഡ്ഡലി ഉണ്ടാക്കാൻ, നൂലപ്പം ഉണ്ടാക്കാം അതിൽ. പിന്നെ നമ്മളിങ്ങനെ പരന്നിട്ടുള്ള ഇങ്ങനെ ഉണ്ടാക്കണമെങ്കിൽ എൻ്റെ ഇപ്പുറത്തെ കയ്യിലുള്ള അത് രണ്ടും യൂസ് ചെയ്താൽ നമ്മളെ നൂലപ്പം അങ്ങനത്തെ ആവിയിൽ വേവിക്കേണ്ട ഐറ്റംസൊക്കെ അങ്ങനെ ചെയ്യാം. പിന്നെ നമുക്ക് ഇങ്ങനെ പഴം പുഴുങ്ങിയെടുക്കാം. അതുപോലെ തന്നെ നമ്മൾ കുഞ്ഞിപ്പത്തിരി അങ്ങനത്തെയൊക്കെ ഉണ്ടാക്കൂലേ, അങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേവിക്കാൻ ഈ ഒരു തട്ട് യൂസ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആവി കയറി കുക്കായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടും പറ്റും കേട്ടോ. അപ്പോൾ നല്ല എന്താ പറയുക, അത്രയും യൂസ്ഫുള്ളായിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള പാത്രങ്ങളാണ് കേട്ടോ ഇൻഡസ് വാലീൻ്റെ. പിന്നെ നിങ്ങൾക്കറിയാം, ഞാൻ എപ്പോഴും പറയുന്നത് തന്നെയാണ്, 100% ഹെൽത്തി കുക്ക് വെയർ ആണ് കേട്ടോ ഇൻഡസ് വാലി കുക്ക് വെയർ എന്ന് പറയുന്നത്. 3 ലെയർ കോട്ടിങ് വരുന്നുണ്ട്. പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് തന്നെ ഞാൻ കുറേ വീഡിയോയിൽ കാണിച്ചിട്ടപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാൻ വേണ്ടിയിട്ട് പറ്റും. കുറേ പേര് വാങ്ങിയിട്ടുള്ളതുമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ലിങ്കിൽ കയറിയിട്ട്, പർച്ചേസിങ് ലിങ്കിൽ കയറിയിട്ട് കാര്യങ്ങളൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഉച്ചക്കത്തെ ലഞ്ച് റെഡിയാക്കുകയാണ്. അപ്പോൾ ഞാനിതാ നമ്മളെ ഇൻഡസ് വാലിൻ്റെ കുക്കറിൽ തന്നെയാണ് റൈസ് ഇട്ടിട്ടുണ്ട്, ചോറിനുള്ള അരി ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു മൺചട്ടി വെച്ചിട്ടുണ്ട്, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തു. എന്നിട്ട് 2 തക്കാളി നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് മിക്സിയുടെ ജാറിൽ അരച്ചെടുത്തിട്ട് അത് ഒഴിച്ച് കൊടുത്തു കേട്ടോ. അതൊരു 2 മിനിറ്റ് അടച്ച് വെച്ച് ഒന്ന് കുക്കാക്കി എടുത്തു. അതൊന്ന് അതിൻ്റെ ഒരു പച്ചച്ചൊവൊന്ന് മാറിയതിന് ശേഷം അതിലേക്ക് നമുക്ക് എരിവിനായിട്ടുള്ള
മുളക് പൊടി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കട്ടെ. ഞാനിപ്പോൾ കാശ്മീരി ചില്ലി പൗഡറാണ് 2-3 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തു. അതൊന്ന് സോട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാൻ ഒരു 4-5 വെളുത്തുള്ളി ചതച്ചിട്ട് ഇട്ട് കൊടുത്തു. ഒരു കഷ്ണം കുടംപുളിയില്ല അതാട്ടോ ചേർത്ത് കൊടുത്തത്. അതൊക്കെ തിളച്ച് വരുന്ന സമയത്ത് ഒന്ന് ഉപ്പും പുളിയൊക്കെ പാകാക്കി എടുക്കുക. തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുക. ഏത് ടൈപ്പ് മീനായാലും നിങ്ങൾക്ക് ഈ രീതിയിൽ മുളകിട്ടെടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. പിന്നെ നമുക്കിവിടെ കുറച്ച് ലൂസായിട്ടുള്ള കറിയാണ് ഇഷ്ടം. നിങ്ങൾക്ക് കുറച്ച് കുറുകിയ കറിയാണെങ്കിൽ അതിന് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. എത്ര ലൂസായിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്താലും ഒരു കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള കറിയാട്ടോ നമുക്ക് കിട്ടുക. നിങ്ങൾ ഈ ഒരു മുളകിട്ട കറിയില്ലേ, ഇത് മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. എന്തായാലും നിങ്ങളൊന്ന് ചെയ്ത് നോക്കിക്കോ. അടിപൊളി കറിയാണേ. ഞാൻ വെറുതെ പറയുന്നതല്ല കേട്ടോ. ഭയങ്കര എളുപ്പമല്ലേ. നമ്മൾ ചട്ടി വെക്കുക, എന്നിട്ട് വേഗം തക്കാളി ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കുക, അത് ഒഴിച്ച് റെഡിയായി വരുമ്പോഴത്തേക്കും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചാൽ മതി കേട്ടോ. അങ്ങനെയാണ് ഞാനിപ്പോൾ കറി ഉണ്ടാക്കിയത്. പെട്ടെന്ന് നമുക്ക് ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതാ കറി മീനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒന്നുമില്ല, കുറച്ച് ഉപ്പ് കുറവുണ്ട്, അതൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പുളിയും എല്ലാം കാര്യങ്ങളൊക്കെ കറക്റ്റാണ്. പിന്നെ നിങ്ങൾക്ക് പുളി വാളംപുളി നിങ്ങൾക്ക് ഇഷ്ടമുള്ള പുളി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ അടിപൊളിയായിട്ട് ഇത് കണ്ടോ. ഞാൻ അത്രയും വെള്ളം ചേർത്തിട്ട് ഒരു ലൂസായിട്ടുള്ള കറിയല്ല കേട്ടോ. കാരണം തക്കാളിയൊക്കെ പേസ്റ്റാക്കി നമ്മൾ ചേർത്ത് കൊടുക്കുന്നതല്ലേ. അതുകൊണ്ട് തന്നെ നമുക്ക് കുറുകിയ നല്ല ടേസ്റ്റാണ്. ഇത് പറയാണ്ടിരിക്കാൻ പറ്റില്ല, അത്രയും ടേസ്റ്റുള്ള കറിയാണേ. അപ്പോൾ നമ്മൾ കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഫിഷ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ഉപ്പേരിക്ക് ഞാൻ കാണിച്ചു പപ്പായല്ലേ, അത് കഷ്ണാക്കി വെച്ചത് ഉണ്ടായിരുന്നു. അതാണ് കേട്ടോ. അപ്പോൾ അതൊന്നും റെഡി കുക്കറിൽ 2 വിസിൽ അടുപ്പിച്ചെടുത്തിട്ട് അത് വറവിട്ടെടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ മീനും ഒന്ന് പൊരിച്ചെടുക്കട്ടെ. എൻ്റെ മീൻ എന്താ പറയുക, കാരടവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അടവ് മീൻ കേട്ടോ. അതാണ് നല്ല ടേസ്റ്റുള്ള മീൻ തന്നെയാണ് കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് ഏത് മീൻ കൊണ്ടും വേണമെങ്കിലും ഈ ഒരു കറി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഏത് മീനായാലും നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഇതാ നമ്മളെ കാസ്റ്റ് കടായിലാണ് ഞാൻ ഫിഷ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അടിയിൽ പിടിക്കുകയോ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. കുറേ പേർക്ക് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതാണ് ഞാൻ ക്ലിയർ ആക്കി തന്നത്. അപ്പോൾ ഇതൊക്കെ ആ ഒരു ലിങ്ക് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കടായി, പാന് എല്ലാം, കുക്കർ എല്ലാം കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾ പർച്ചേസ് ലിങ്കിലൂടെ കയറിയിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യുക. കൂപ്പൺ കോഡ് യൂസ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നമ്മളെ പുല്ല് വെട്ടിയിട്ടുണ്ടായിരുന്നു എന്ന്. അപ്പോൾ ഇതാ അതിന് ശേഷം ഈ ഒരു ഇതില്ലേ, ആ ഒരു ചെടി, ആ ഒരു മെറൂൺ കളറുള്ള ചെടി, അതിൻ്റെ പേര് കുറേ പേര് ചോദിച്ചിട്ട് എനിക്ക് പേര് അറിയില്ല കേട്ടോ. അപ്പോൾ പേര് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റായിട്ട് ഇട്ടോളൂ. കാരണം അറിയാത്തവർക്കത് അറിയാൻ പറ്റുമല്ലോ, അറിയുന്നവരിടുക കേട്ടോ. അപ്പോൾ ഇതാ അത് അഷ്റഫ്ക്ക് വെട്ടിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് കുറച്ചുകൂടെ ഒന്ന് ചെറുതാക്കണം എന്ന് തോന്നിയിട്ടോ. ഒന്നുകൂടെ ഒന്ന് കുറ്റിയാക്കണം എന്ന് തോന്നി. അപ്പോൾ ഞാൻ പറയുകയാണ് കേട്ടോ, ഒന്നുകൂടെ ഒന്ന് കുറ്റിയാക്കി തരുമോ എന്ന് ചോദിക്കലാണ്. കുറച്ചുകൂടെ കുറ്റി, കാരണം ഇത് പെട്ടെന്ന് വളരും. വളർന്നു കഴിഞ്ഞാൽ നല്ല ബോറാവും കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുറ്റിയായി നിർത്താൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇത് ഈ സമയത്ത് മഴ പോയാൽ കട്ട് ചെയ്ത് കൊടുക്കണം, എന്നാലും നല്ല ഫ്ലവർ വരും ഇതിൽ. ആ ഒരു ഹൈറ്റിന് പോട്ടെ. എന്നാൽ ഇനി വളരുമ്പോൾ പിന്നെയും ബോറായിപ്പോവും. ഈ ഒരു ഇതിന് നിർത്തിയാലും ഒന്നുകൂടെ ഒന്ന് വളർന്നാലും വലിയ ഇതില്ല. ഈ ഒരു ഹൈറ്റിലല്ലേ വരുള്ളൂ. അപ്പോൾ വൃത്തിയുണ്ടാവും. അതിൽ വരട്ടെ. ഈ സൈഡൊന്നും ഇങ്ങനെ വീശി കൊടുക്കി. ഈ സൈഡ് ഇങ്ങനെ, കാര്യം നമ്മൾ നടക്കുന്ന ഗേറ്റ് അത് ഈ സപ്പോർട്ട് ചെയ്യും. രണ്ടും കൂടെ കവർ ചെയ്ത് വരുമ്പോൾ ഇനി ഹൈറ്റ് മറ്റേ ആ കണക്കിന് ഹൈറ്റ് കുറച്ചാൽ മതി. ഓക്കെ, അതിന് കട്ടർ വേണം അല്ലേ? ഇതിൻ്റെ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്താലേ, എന്നിട്ട് കുറച്ച് കഴിഞ്ഞാൽ ഒരു മാസം വേണ്ട, അപ്പോഴത്തേക്ക് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു മജന്ത കളർ ഇങ്ങനെ ഫ്ലവർ വരും കേട്ടോ. നല്ല രസമാണ് അത് കാണാൻ. അത് കട്ട് ചെയ്ത് കൊടുത്താലേ വരുള്ളൂ കേട്ടോ. അതൊക്കെ ഞാനിങ്ങനെ വളർത്തി വിടുമായിരുന്നു. പിന്നെ കട്ട് ചെയ്തപ്പോൾ ഒരു തവണ ഫ്ലവർ വന്നപ്പോഴാട്ടോ മനസ്സിലായി നല്ല രസമാണ് അങ്ങനെ ആ ഫ്ലവർ വന്നാൽ പ്ലാന്റ് കാണാൻ കേട്ടോ.
ആ അതിൽ നിന്നോട്ടെ. അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഏത് സമയത്താണ് കട്ട് ചെയ്യാന്ന്. നമ്മൾ മഴ പോകുന്ന ആ ഒരു സമയത്ത് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. പേടിക്കൊന്നും വേണ്ട. നല്ല അത് തളിരെല്ലാം വന്നിട്ട് അപ്പോഴാണ് അത് കട്ട് ചെയ്താലാണ് ഫ്ലവർ വരിക കേട്ടോ. പിന്നെ ഇത് നന്നായിട്ട് വളർന്നു വരുന്നതുകൊണ്ട് എനിക്കിഷ്ടം ഇങ്ങനെ നമ്മൾ ഇങ്ങനെ പുല്ലിലൊക്കെ കാണുന്നതുകൊണ്ട് ഇങ്ങനെ കുറ്റിയായിട്ട് നിൽക്കുമ്പോഴാട്ടോ അതിൻ്റെ ഒരു ഭംഗി എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ പുല്ല് വെട്ടിയിട്ടുള്ളതായതുകൊണ്ട് ആ ഒരു പച്ചപ്പ് അവിടെ ഇല്ലാത്തത് കൊണ്ട് അത്ര ഭംഗിയില്ല കേട്ടോ കാണുമ്പോൾ. അല്ലാണ്ട് പുല്ല് റെഡിയായി വരുന്നുണ്ട്, ഇങ്ങനെ ചെറുതിങ്ങനെ റെഡിയായിട്ട് സെറ്റായിട്ട് വരുന്നുണ്ട് കേട്ടോ. എന്നാലും ഒരു 2 ആഴ്ചയൊക്കെ പിടിക്കും ചെറിയൊരു പച്ച കളറിലേക്ക് നമ്മളെ പുല്ല് വരാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാ നമ്മളെ സപ്പോട്ടയിൽ നിറച്ച് കായിട്ടിട്ടുണ്ട് കേട്ടോ. എവിടെ നിന്നാണെന്നറിയില്ല, കായ് വലുതായി പഴുക്കാൻ തുടങ്ങിയ സമയത്ത് 1-2 ഇങ്ങനെ പഴുത്തിട്ട് കിളികൾ കൊത്തുന്നുണ്ട്. ആ ഒരു സമയത്ത് കുരങ്ങന്മാർ ഉള്ളിടത്തു നിന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഡെയിലി കുരങ്ങന്മാർ വരവാണ് പണി. ഫുൾ സപ്പോട്ടയൊക്കെ പറിച്ചിട്ട് പച്ച മൂക്കാത്ത് തന്നെ പറിച്ചിട്ട് നിലത്തിടലും കൊണ്ടേ കളയലും എല്ലാം ആണ്. ഡ്യൂട്ടി ഇനി പോണ്ട. ഇത് ഞാൻ എപ്പോഴും ചോദിക്കുന്നത് തന്നെയാണ് കേട്ടോ. ഇനി പോകണോ, ഇനി പോണ്ടേന്ന് ചോദിക്കും. റഫീഖ് പറയും പോണ്ടാന്ന്. ഇനി പോണ്ടാന്ന് പറയും. അപ്പോൾ തന്നെ പോവുകയും ചെയ്യും കേട്ടോ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട്. അങ്ങനെ അപ്പോൾ ഞാൻ അങ്ങനെ അഷ്റഫ് ഖാനോട് വർത്താനം പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു കേട്ടോ. ഒപ്പര് ഇങ്ങനെ പുല്ല് ഇതെല്ലാം വെട്ടുന്നുണ്ടല്ലോ. അപ്പോഴാണ് റഫീഖ വന്നത്. എൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ ഇതാ നമ്മൾ ചോറ് കഴിക്കുകയാണ്. അപ്പോൾ അഷ്റഫ് ഖാക്ക് ഫുഡ് കൊടുത്തു. ഇനി നമ്മളും ഫുഡ് കഴിക്കട്ടെ. അപ്പോൾ അതിന് ശേഷം റഫീഖാക്ക് ഡ്യൂട്ടിക്ക് പോകണം. അങ്ങനെയൊക്കെ നല്ല ടേസ്റ്റുള്ള കറിയാട്ടോ. നിങ്ങൾ എന്തായാലും ട്രൈ ആക്കി നോക്കണേ. പിന്നെ ഇതാ ഞാൻ ആ തോരൻ നമ്മളെ പപ്പായ ഉപ്പേരി ഉണ്ടാക്കിയ ആ പാത്രവും നമ്മളെ ഇൻഡസ് വാലിയിലെ പാത്രമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് മൊത്തം ഒരു ഇൻഡസ് വാലി മഴയാണ്. ഞാൻ അതിലാണ് ഫുള്ള് ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് കുറേയൊക്കെ. അപ്പോൾ ഞാൻ റഫീഖാനോട് ഇങ്ങനെ ചോദിക്കാം കേട്ടോ, നമ്മൾ സ്നാക്ക് കൊണ്ടുപോയിട്ട് ഇറച്ചിപ്പത്തിരിയൊക്കെ കൊണ്ടുപോയിട്ട് എല്ലാവർക്കും തികഞ്ഞോ, എല്ലാവർക്കും ഇഷ്ടമായോ, ഉണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കാം. ടെൻഷനല്ലേ ഇങ്ങനെ എല്ലാവർക്കും ഉണ്ടാവുമോ എന്നൊക്കെ. അപ്പോൾ പറഞ്ഞു കേട്ടോ, അവർ പാലൊക്കെ വാങ്ങിയിട്ടായിരുന്നു, ചായയൊക്കെ വെച്ചു, എല്ലാവർക്കും തികഞ്ഞു, നന്നായിട്ടുണ്ടായിരുന്നു. കായ്പോളയും കുറേ പേർക്ക് ഇഷ്ടമായി. ചിലർക്ക് മധുരം ഇഷ്ടമുണ്ടാവുമല്ലോ. അപ്പോൾ കുറേ പേര് നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നല്ല രസമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അവർ ചായയൊക്കെ കുടിച്ചു 10-11 മണിയായപ്പോൾ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. കറണ്ടിയോ? അപ്പോൾ അങ്ങനെ റഫീക്ക് പോയി. ഇനിയിപ്പോൾ ഞാൻ കുറച്ച് സമയം ഒന്ന് ഒരു എഡിറ്റിങ്ങൊക്കെ കഴിഞ്ഞാൽ ഭയങ്കര ഒരു ക്ഷീണമാട്ടോ. നമ്മളിങ്ങനെ ഫോണിൽ നോക്കിയിരിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്കൊരു എന്താ പറയുക, ഒരു ഫ്രീ അല്ലാത്ത പോലെ തോന്നും. അപ്പോൾ ഇനി കുറച്ച് സമയം ഒന്ന് കിടക്കല്ല, നല്ലോണം ഒന്ന് ഉറങ്ങും. ചിലപ്പോൾ 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂറൊക്കെ ഒന്ന് ഉറങ്ങും കേട്ടോ. എന്നിട്ടാണ് പിന്നെ എണീക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് ഉണ്ടെങ്കിൽ പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. കുറേയധികം റെസിപ്പീസും വ്ളോഗ്സും എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർ കണ്ടു നോക്കാം. അപ്പോൾ ഇൻഡസ് വാലി കുക്ക് വെയറിൻ്റെ കാര്യം ഞാൻ ക്ലിയർ ആക്കി തന്നിട്ടുണ്ട്. നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ മാറിയെന്ന് വിചാരിക്കുന്നത്. പിന്നെ സൈസ് അതിൽ നിങ്ങൾ സ്മോൾ എടുക്കണ്ട, എന്താ പറയുക, പറ്റ ചെറുതായി പോകണ്ട, ഒരു ബിഗ്ഗറിനെ എടുത്തോട്ടെ. കാരണം നമ്മൾ ബിഗ്ഗാണ്, കടായിയൊക്കെ നല്ലത് ബിഗ്ഗല്ലേ. അപ്പോൾ അത് നോക്കി ഞാൻ എടുക്കുക. ഞാൻ എപ്പോഴും ബിഗ് തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.